എന്നൊരു സംഘടന. നിങ്ങൾക്കെല്ലാവർക്കും ജീവിത സാഹചര്യത്തിൽ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും മാക്കിനെ സമീപിക്കാം, മാക്കിന്റെ സായാഹ്നങ്ങളിൽ പങ്കുചേരാം. ഞാൻ എൻ്റെ എല്ലാ ടെൻഷനും മറക്കുന്നത് മാക്കിൽ പോകുമ്പോഴാണ്. അവിടെ തനത് സംഗീതം, ആ സംഗീതത്തിനാണ് ഇവരൊക്കെ തബല കൊട്ടി പെട്ടി വായിച്ച് പാട്ടുപാടി ഉല്ലസിച്ച് കുറച്ച് സമയം, ഒരു മണിക്കൂറോ 2 മണിക്കൂറോ നമ്മുടെ മനസ്സിനെ ഒന്ന് ഫ്രഷ് ആക്കാനായിട്ടുള്ള ഒരു സങ്കേതമാണ് മാക്ക്. ഇവിടെ കണ്ടാണിശ്ശേരിയാണ് സ്ഥലം. മാക്ക് കുറെ വർഷങ്ങളായിട്ട് മാഷുടെ സാന്നിധ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വിദേശിയായിട്ടുള്ള ഒരു അറബി ഉണ്ടായിരുന്നു. അറബിയുടെ പേര് ഞാൻ പറഞ്ഞു, പറയാൻ കൊള്ളാത്ത പേരാണ്, അതുകൊണ്ട് പറയാൻ പറ്റില്ല. ജാസിൻ ഖാലിദ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അറബി. അദ്ദേഹത്തിനോടൊപ്പം ഞാനൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളൊരു പരിചയമുള്ളൂ. അപ്പൊ അദ്ദേഹം ഇപ്പൊ കേരളത്തിൽ വന്നാലും എന്നെ വിളിക്കും. അങ്ങനെ ഒരു ദിവസം എന്നെ വിളിച്ചു, ഗുരുവായൂർ വന്നപ്പോൾ എന്നെ വിളിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോകണ്ടേ, അപ്പോഴാണ് ഞാൻ മേക്കനെ വിളിക്കുന്നത്. ഇങ്ങനെ ഒരു ഗസ്റ്റ് ഉണ്ട്, നമുക്ക് അദ്ദേഹം വരുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും അവിടെ ഉണ്ട്. ആ വ്യക്തി അവിടെ വരികയും പാട്ടുപാടി ഉല്ലസിച്ച് കുറേ അധികം സമയം, അദ്ദേഹത്തിന് ഒരു ഫംഗ്ഷൻ, എന്തോ ഒരു ഫംഗ്ഷന് വേണ്ടി വന്നാണ്. ആ ഫംഗ്ഷൻ പോലും ടൈം പോലും മറന്ന് കുറേ അധികം സമയം ആ അറബി മേക്കിൽ ഇങ്ങനെ ഇഴുകി ചേർന്ന് കുറേയേറെ പാട്ടുകൾ പാടിയില്ലേ പക്ഷേ അല്ലേ? അങ്ങനെ ഒരു ഉല്ലസിച്ച് പോയി. നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിൽ മാക്കിൻ്റെ ഈ പരിപാടിയിൽ പങ്കെടുക്കാം. കണ്ടാണിശ്ശേരിയിൽ നിന്നൊരല്പം റൈറ്റ് ചേർന്ന്, ഇപ്പോൾ ജവഹർ മാഷിൻ്റെ അച്ഛൻ നല്ലൊരു കലാകാരനായിരുന്നു, നാടക കലാകാരനായിരുന്നു.